Hi friends, welcome back to Neha Food Stories. ഞാൻ ഷഹറൂബ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസ്ക്രീം ആണ്. ഫ്രൂട്ട്സ് ഫ്ലേവറിലുള്ള വ്യത്യസ്തമായ ഐസ്ക്രീം. ഇത് വളരെ ടേസ്റ്റി ആയ റെസിപ്പിയാണ്. ഇനി ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടിയുള്ള ബൗളും ബ്ലേഡും ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം 500 ml ആണ് എടുത്തിട്ടുള്ളത്. ഇതും തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ നന്നായി വിപ്പ് ചെയ്തെടുക്കണം. നമ്മൾ വിപ്പ് ചെയ്യുന്ന ബൗളും ബ്ലേഡും ക്രീമും നന്നായി തണുപ്പിച്ചെടുത്താൽ പെട്ടെന്ന് വിപ്പായി കിട്ടും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് 400 ഗ്രാം ആഡ് ചെയ്യാം. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം ഷുഗർ ചേർത്താലും മതി. ഇപ്പോൾ ഇത് നന്നായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കണം. ഇനി നമുക്ക് പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം റെഡിയാക്കാം. ഇതിന് വേണ്ടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഐസ്ക്രീം മിക്സിൽ നിന്ന് 1/4 പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് പാഷൻ ഫ്രൂട്ട് പൾപ്പ് 1/4 കപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീമിന് ചെറുതായി ഒരു പുളിപ്പരസം ഉണ്ടായിരിക്കും. ഇനി യെല്ലോ കളർ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യാം. കളർ ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അതിനുശേഷം ഫ്രീസറിൽ ഒരു 6 മണിക്കൂർ മുതൽ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം. അടുത്തതായി ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അവാക്കാഡോ ഐസ്ക്രീമാണ്. ഇതിനു വേണ്ടി ഐസ്ക്രീം മിക്സ് 1/4 പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവാക്കാഡോ പൾപ്പ് 1/2 കപ്പ് ആഡ് ചെയ്യാം. ഇത് ഭയങ്കര ടേസ്റ്റി ആയ ഒരു ഐസ്ക്രീമാണ്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത അവാക്കാഡോ 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ അവക്കാഡോ ഒരു പ്രത്യേക ഗ്രീൻ കളർ ഉണ്ട്, പക്ഷേ ക്യാമറയിൽ കാണാഞ്ഞിട്ടാണ്. എങ്കിലും നമുക്ക് ഇതിലേക്ക് ഒരു ഡ്രോപ്പ് ഗ്രീൻ കളർ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അതിനുശേഷം ഫ്രീസറിൽ സൂക്ഷിക്കാം. ഓവർനൈറ്റിന് ശേഷം എടുക്കാം. ഇനി അടുത്തതായി ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഓറഞ്ച് ഐസ്ക്രീമാണ്. ഇതിനു വേണ്ടി ഐസ്ക്രീം മിക്സ് 1/4 പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് 1/2 കപ്പ് ആഡ് ചെയ്യാം. ഓറഞ്ച് ജസ്റ്റ് 1 ടീസ്പൂൺ. ഇത് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും നമ്മുടെ ഐസ്ക്രീമിന് നൽകും. ചോപ്പ് ചെയ്ത ഓറഞ്ച് 1/4 കപ്പ്. ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സ് റെഡിയായി. ഇനി ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അതിനുശേഷം ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാം. ഇനി അടുത്തതായി ഞാനിവിടെ റെഡിയാക്കിയെടുത്തത് ചിക്കു ഐസ്ക്രീമാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐസ്ക്രീമാണ്. ഇതിന് വേണ്ടി ഐസ്ക്രീം മിക്സ് 1/4 പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കു പൾപ്പ് 1/2 കപ്പ്, ചോപ്പ് ചെയ്ത ചിക്കു 1/4 കപ്പ് എന്നിവ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സ് റെഡിയായി. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഓവർനൈറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഐസ്ക്രീം ഇവിടെ എടുത്തിട്ടുള്ളത്. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് 10 മിനിറ്റ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ അവക്കാഡോ ഐസ്ക്രീമാണ് ഞാൻ സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിവിടെ നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി എല്ലാ ഐസ്ക്രീമും ഇതുപോലെ തന്നെ സ്കൂപ്പ് ചെയ്തെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായി പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാം. ഓറഞ്ച് ഐസ്ക്രീം, ചിക്കു ഐസ്ക്രീം എല്ലാം ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്ത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പ്രിങ്കിളോ യൂസ് ചെയ്ത് കണ്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ ചോക്ലേറ്റ് സ്പ്രിങ്കിളോ യൂസ് ചെയ്താണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്.
എന്താണെങ്കിലും ഈ 4 ഐസ്ക്രീമും ഭയങ്കര ടേസ്റ്റിയായ ഐസ്ക്രീമാണ്. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഫ്രൂട്ട്സ് ഐസ്ക്രീമിന്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഈ ഐസ്ക്രീം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.